കണ്ണൂർ ഇരിട്ടി ടൗണിലെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഓവുചാലുകളിൽ നിന്നുമുള്ള മലിനജലം ഒഴുകിയെത്തുന്നതായി പരാതി. ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡിന് പരിസരത്തെ കച്ചവടക്കാരാണ് കടകളിൽ മലിനജലം ഒഴുകിയെത്തുന്നതോടെ ദുരിതത്തിലായിരിക്കുന്നത്. റോഡ് നവീകരിച്ചതോടെയാണ് ഇരിട്ടി ടൗൺ ഓവുചാലിലെ മലിനജലം കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രിന്റിംഗ് പ്രസ്, ആധാരമെഴുത്ത് ഓഫീസ്, ടൈലറിംഗ് ഷോപ്പ്, ബാഗ് വർക്ക്സ് കട, ഹോട്ടലിന്റെ അടുക്കള ഭാഗം, സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌൺ, തുണിക്കട തുടങ്ങി നിരവധി കടകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ കച്ചവടക്കാർ ദുരിതത്തിലാണ്. ഡ്രെയിനേജിന് വെള്ളം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഡ്രെയിനേജിന്റെ മുകളിൽ നിന്ന് താഴെ ആയതുകൊണ്ട് ഡ്രെയിനേജിന്റെ വെള്ളമാണ് കൂടുതലായിട്ട് കൂടി വരുന്നത്. ഇവിടെ ഇപ്പം മോട്ടർ വെച്ച് വെള്ളം പറ്റിക്കുകയാണ്. ഞങ്ങൾ 3 ദിവസമായി ഇങ്ങനെ വെള്ളം പറ്റിക്കുക. പുഴയിൽ വെള്ളം പൊങ്ങുന്നതിന് അനുസരിച്ച് ഇവിടെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇതൊരു ഉറവ പ്രശ്നമാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. ഉറവേൻ്റെ അത് അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നുള്ള ഉറവ ഇങ്ങോട്ട് വരുന്നത്, അങ്ങനെയുള്ള ഒരു ഉറവ. അപ്പം കുറച്ച് ഭാഗത്ത് വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കടകൾ ഉള്ള നമ്മളെല്ലാ കടകൾക്കും സാധനങ്ങൾ തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പം എന്തെങ്കിലും കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നഗരസഭയെ ബന്ധപ്പെട്ട് അത് ഇതിൻ്റെ വാങ്ങന്മാർ നിർദ്ദേശിച്ച് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ വ്യാപാരികൾ അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സഹകരിക്കാനൊക്കെ നമ്മൾ തയ്യാറാണ്. ദിവസവും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം ഒഴുക്കിക്കളയേണ്ട അവസ്ഥയാണ്. ഓവുചാലിൽ നിന്നുള്ള ചോർച്ച കാരണം കിണറിലേക്കും മലിനജലം ഒഴുകിയെത്തുന്നതായി കച്ചവടക്കാർ പറയുന്നു. മൊത്തം ഈ കൈ കഴുകാനും ഭക്ഷണം ചെയ്ത് പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ വെള്ളം മൊത്തം ഈ കിണറിനകത്ത് ഓവുചാലിലെ വെള്ളമാണോ? അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളത്തിനകത്ത് ഒഴുകുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.